ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ അടുക്കള വിശേഷങ്ങളാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. പോകാം വീഡിയോയിലേക്ക്. ഇന്ന് ഞായറാഴ്ചയാണല്ലോ. ഞങ്ങൾ പള്ളിയിൽ പോയി വന്നതിന് ശേഷമുള്ള ധൃതി പിടിച്ച പാചകമാണ് കാണിക്കുന്നത്. ഞങ്ങളെ പള്ളിയിൽ പോയി ഇപ്പോൾ വന്നതേ ഉള്ളൂ. അപ്പോൾ അരിക്ക് വെള്ളം വെച്ചു. അങ്ങള് എന്തുട്ട് വെള്ളരിക്ക ചെത്തുകയാണ്. അതങ്ങോട്ട് മാറിയിട്ടാണ് പോയി ചെത്തത്. ചേട്ടാ ഇങ്ങോട്ട് വന്നേട്ടാ. അതുകൊണ്ട് പിടിപിടീന്ന് തകൃതിയായിട്ടുള്ള ഇതാണ്. പിന്നെ മോരൊഴിച്ചിട്ട് വെക്കുന്നത് ചിക്കനോ അതേ കട്ട് ചെയ്ത് കുഞ്ഞാണോ. അതായത് ചിക്കൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അത് വറുക്കാൻ എഴുതിയിട്ടാണ്. ചേട്ടൻ കടന്നു വരാടപ്പോഴേ ഞാൻ പറഞ്ഞേ വെള്ളരിക്ക ഞങ്ങൾ മോരൊഴിച്ചാണ് വെക്കുന്നത്. പിന്നെ ഇത്തിരി ചീര തോരൻ ഉണ്ടാക്കണം. കൊടുക്കും അരി ഇടാൻ പോവുകയാണ്. കഴുകി വെച്ചേക്കാണ്. അതിനു മുമ്പ് ഒരു ഇത്തിരി ചായ ഞാൻ എടുക്കുന്നുണ്ട്. കാരണം പള്ളി പോയി വന്നിട്ട് വേറെ ഒന്നും കഴിച്ചില്ല. ഇത്തിരി പൊടിയിട്ട് പഞ്ചസാരയിട്ട് ചായ എടുക്കാൻ പാട്. ഇനി ഞാൻ അരി അടപ്പത്തിടാൻ പോവുകയാണ്. ചായ എടുത്ത് വെച്ചു, അരി അടപ്പത്തിട്ടു. ഇനി ഒരു കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ പുളിശ്ശേരിയാണോ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത് വെള്ളരിക്ക അരിഞ്ഞ് കഴുകി വാരി കലത്തിൽ ആക്കി അങ്കിൾ തന്നു. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്, പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇത് അടപ്പത്ത് വയ്ക്കാൻ പാണ്. അപ്പോൾ അങ്കിളുടെ പേർക്ക് തേങ്ങ അരപ്പ് റെഡിയാക്കി തന്നിട്ടുണ്ട്. തേങ്ങ അരപ്പിൽ വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്, ഒരു അല്പം ജീരകവും ചേർത്തിട്ടുണ്ട്. അത് കൂട്ടി അരച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് അടപ്പത്ത് വയ്ക്കട്ടെ. എനിക്ക് മൺകലങ്ങൾ കുറേ ഉണ്ട്. അപ്പം ഞാനിത് കമത്തി തേച്ച് കമത്തിയാണ് വയ്ക്കുന്നത്. ഇത് നമ്മൾ എടുത്ത് തേച്ച് കഴുകി എടുക്കുമ്പോൾ അതിന് വേറെ കുഴപ്പമൊന്നും തോന്നില്ല കേട്ടോ. ഞാൻ ഇന്നിപ്പോൾ ഒരുപാട് നേരം സ്റ്റീൽ റോൾ ഇട്ട് തേച്ചരച്ച് കഴുകിയാണ് ഈ കലോടുതേന. ഇത് വെള്ളം അങ്ങോട്ട് വറ്റി ഉണങ്ങി വരുമ്പോൾ ഇത് ഇവിടേക്ക് ഒരു പാണ്ട് പോലെ വരണമാണ്. അപ്പോൾ തന്നെ കലം കണ്ടാൽ തന്നെ ഒരു വൃത്തി തോന്നൂലേ. എനിക്കത് കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്. ഇത് ഒരുപാട് നേരം ഞാൻ തേച്ച് കഴുകിയിട്ട് വെളിച്ചെണ്ണയൊക്കെ സൈഡിലൊക്കെ പൂശി കൊടുത്തേക്കുക. എന്നാലെങ്കിലും ആ ഒരു പാണ്ട് പോലെയുള്ളത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചീരയാണ് തോരനുണ്ടാക്കാൻ പോണേ. അതിനും പാവയ്ക്ക കുറച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഈ ചീര ഉണ്ടാക്കാന്ന്. അപ്പോൾ പാവയ്ക്ക ഉണ്ടാക്കാൻ നേരം കിട്ടുകയാണെങ്കിൽ അതും ഉണ്ടാക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ചായ കുടിക്കുക. ഇനി ഞാനിത് അരിഞ്ഞെടുക്കട്ടെ. വെള്ളരിക്ക വേവായി. ഞാൻ തേങ്ങ അരപ്പാണ് ചേർക്കുന്നത്.
മോര് കൂട്ടിയിട്ടാണ് ഇത് അരച്ചത്. എങ്കിലും ഇത്തിരി പുളി കുറവുണ്ട്, അതുകൊണ്ട് കുറച്ച് മോര് കൂടി ഞാൻ ചേർക്കുകയാണ്. ഒന്ന് പതഞ്ഞാൽ മതി, നമുക്ക് ഇറക്കാം. എന്നിട്ട് മുളക് ഒക്കെ വറുത്തിടാം. ഇത് പതഞ്ഞു, ഇനി ഇത് മാറ്റാം. ഞാൻ ഇപ്പോൾ നെയ്യാണ് അതിനകത്ത് ഒഴിച്ചേക്കണത്. അപ്പോൾ അത്രയും തന്നെ നമുക്ക് വെളിച്ചെണ്ണയും ഒഴിക്കാട്ടോ. ഇത് രണ്ടും കൂടി ആകുമ്പോൾ ടേസ്റ്റ് കൂടുതലാണ്. കടുക്, ഉലുവ, ഉള്ളി, മുളക്, കറിവേപ്പില, വഴന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. എന്നിട്ട് മുളക് പൊടി വേണമെങ്കിൽ ഇത്തിരി ചേർത്ത് കൊടുക്കാം കളറിന്. ഞാനൊരു കിള്ളിടുന്നുണ്ട്, അതുകൂടി ആയിക്കോട്ടെ. തീ ഓഫ് ചെയ്തേക്കാണ്. ഇനി കറിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. കറിയിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി 2 പപ്പടം കാച്ചാൻ പോവുക. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് ഉള്ളി വറ്റൽമുളക് ഇട്ട് മൂത്ത് കഴിഞ്ഞപ്പോൾ ഇല ഇട്ടിരിക്കുന്നതാണ്. ഇതിനകത്ത് ഉപ്പിപ്പോൾ ചേർത്തിട്ടില്ല. ഇനി ഇത് ഞാനൊന്ന് ഇളക്കട്ടെ. അതിൽ ചേർക്കാനുള്ള തേങ്ങയാണ്. തേങ്ങയിൽ 2 നല്ല പഴുത്ത മുളക് ഇട്ടിട്ടുണ്ട്. അല്പം മഞ്ഞൾപ്പൊടി. ആ മഞ്ഞൾപ്പൊടിയിൽ ഉപ്പ്, കല്ലുപ്പാണ് ഞാനിപ്പോൾ അതിൻ്റെ മേലെ ഇട്ടിരിക്കുന്നത്. അധികം ഉപ്പിടരുത്, ഇല ചുരുങ്ങി വരും. പിന്നെ ചുമന്നുള്ളി ഇട്ടുണ്ട്. ഇത് പതിയെ ഒതുക്കി എടുക്കുന്നുണ്ട്. ഇളക്കിയിട്ട് ഇല വാടി തുടങ്ങി. അപ്പോൾ പുളിശ്ശേരി ഉണ്ട്, ഇന്നലത്തെ ഇത്തിരി മീൻ കറി ഇരിപ്പുണ്ട്, പപ്പടം കാച്ചിയിട്ടുണ്ട്, പിന്നെ അച്ചാറുണ്ട്. ഇത്രയൊക്കെ പോരെ. ധൃതി പിടിച്ച പാചകമെന്ന് ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ലോങ് ടൈമാണ് പള്ളിയിൽ പരിപാടി. അപ്പോൾ ഞാനൊരു 7:45 ഇവിടുന്ന് പോയതാണ്. 8:15 കുർബാന, പ്രഭാത പ്രാർത്ഥനയിലൊക്കെ പങ്കുകൊണ്ടു. അപ്പോൾ 8:15 കുർബാന, പിന്നെ പ്രസംഗവും സെമിത്തേരിയിലെ അവിടെയൊക്കെ പോയി എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേനും 11 പിന്നെ ഇവിടെ ഒന്ന് ആശ്വസിച്ച് ഡ്രസ്സൊക്കെ മാറി വരുമ്പോഴത്തേനും ഒരു നേരമാവും. അപ്പോൾ പിന്നെ പിടിയിന്ന് നമ്മൾ പാചകം ചെയ്യണ്ടേ. അപ്പോൾ അരിപ്പം ഏകദേശം വേവായി കാണണമായിരിക്കും. അപ്പോൾ അത് റൈസ് കുക്കറിൽ എടുത്തു വെച്ചിരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ പറയാൻ വിട്ടുപോയതല്ല, ഒതുക്കി കൊണ്ടുവരുന്നുണ്ട്. പഴുത്ത മുളകായതോട് ഇത്രയും ചുമപ്പ്, അത് അതിനകത്തേക്ക് ഇടുകയാണ്. ഇനിയിപ്പോൾ ഇളക്കിയെടുത്ത് ഇനി ഒന്ന് തീ കൂട്ടിയിട്ട് കൊടുക്കട്ടെ. എനിക്കിത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചീര തോരനാണ്. തോരൻ റെഡിയായി. തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഉച്ച ഊണ് വിഭവങ്ങൾ. ഊണ് കഴിക്കുകയാണ്. ഊണിന് കറി വെള്ളരിക്ക പുളിശ്ശേരി.
പിന്നെ പപ്പടം കാച്ചിയില്ല, ചീര ഇലത്തോരൻ, ഇതൊരു മീൻചാറ് ഒഴിക്കട്ടെ. അങ്കിള് ഊണ് കഴിഞ്ഞ് പോയി കിടന്നു. പപ്പടം ഉണ്ട് കേട്ടോ. ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബായ്.